Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്റ്റാക്ക് ആണ്. വാട്ട്സ് മീൻ ബൈ സ്റ്റാക്ക്? നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡാറ്റ സ്ട്രക്ചറിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നോൺ പ്രിമിറ്റീവ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, നോൺ പ്രിമിറ്റീവ് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് സ്റ്റാക്ക്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെ ഒരു സ്റ്റാക്കിന് എക്സാമ്പിൾ എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിക്കുന്നു. ഓക്കെ, പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ആ പാക്കറ്റിന്റെ ഏറ്റവും മേളിലിരിക്കുന്ന ബിസ്ക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെ, പൊട്ടിച്ചു മേളിലിരിക്കുന്ന ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ എന്താ, അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ബിസ്ക്കറ്റ് അടുത്ത് എടുക്കുന്നത്. ഓക്കെ, ആ മേൽവശം മാത്രമാണ് ബിസ്ക്കറ്റിന്റെ കവർ പൊട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ ഇരിക്കുന്നതാണ് ആദ്യം എടുക്കുന്നത്, പിന്നെ അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്നതാണ് അടുത്ത് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. തിരിച്ചത് വെക്കണമെങ്കിലോ ഇപ്പൊ ഇരിക്കുന്നതിന് മേളിലോട്ടാണ് നമ്മൾ അത് കൊണ്ട് വെക്കുന്നത്. അല്ലെ, അത് ഒരു സ്റ്റാക്കിന് എക്സാമ്പിൾ ആണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ബുഫേക്ക് അകത്ത് പോവാണ്. പ്ലേറ്റ്സ് അറേഞ്ച് ഇൻ എ ബുഫേക്ക് അകത്ത് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്? നമ്മൾ ബുഫേക്ക് അകത്ത് പോവാണെങ്കിൽ പ്ലേറ്റ്സ് എടുത്ത് വെക്കും. നമ്മൾ പ്ലേറ്റ്സ് എങ്ങനെ എടുക്കുന്നത്? ഏറ്റവും മേളിലിരിക്കുന്ന പ്ലേറ്റ് ആണ് നമ്മൾ എടുക്കുക. അല്ലെ, അടുത്ത ആൾ വരുമ്പോൾ അത് ഏറ്റവും മേളിലിരിക്കുന്ന അതിന്റെ മേളിലിരിക്കുന്ന എടുക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് വേണ്ട ആ പ്ലേറ്റ് വേണ്ടെങ്കിലോ തിരിച്ച് അതിന്റെ മേളിലോട്ടാണ് വെക്കുന്നത്. അല്ലാതെ ഇടയ്ക്ക് കയറ്റി നമ്മൾ വെക്കില്ല, അല്ലെ ഏറ്റവും ലാസ്റ്റ് കൊണ്ട് വെക്കില്ല. അപ്പം അതെന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് സ്റ്റാക്ക് ആണ്. മനസ്സിലായോ? അപ്പൊ സ്റ്റാക്കിന് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ എക്സാമ്പിൾസിന്റെ അകത്തെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. ആ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ, അല്ലെ, ഏറ്റവും അടിയിലിരിക്കുന്നതല്ല, ഏറ്റവും ലാസ്റ്റ് ഇൻ ആണ്. ഓക്കെ, ആ അവസാനം നമ്മൾ കൊണ്ട് വെക്കുന്നതാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. അല്ലെ, പ്ലേറ്റ്സ് ആണെങ്കിലും ശരി, നമ്മൾ ലാസ്റ്റിൽ ഏതാണോ പ്ലേറ്റ് കൊണ്ടുവെക്കുന്നത് അതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പം ഇത് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഈ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ലിഫോ മാനറിലാണ്. ലിഫോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ലാസ്റ്റിൽ വെക്കുന്നതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്, ഫസ്റ്റ് ഔട്ട് നിന്ന് ഔട്ട് ആകുന്നത്. ഓക്കെ, അപ്പം സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ മാനറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമുക്ക് സ്റ്റാക്കിനെ രണ്ട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഫസ്റ്റ് ഈസ് അറേ ആൻഡ് സെക്കൻഡ് ഈസ് ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, ഇൻ ദിസ് വീഡിയോ വി എക്സ്പ്ലെയിൻ ദ അറേ റെപ്രസെന്റേഷൻ implementation. First one is the array and the second one is the linked list representation. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇതൊരു അറേ ആണ്, ഇങ്ങനെ ഇരുന്ന അറേയാണ്. അതിനെ ഞാൻ ഇങ്ങനെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നേരെ ഇങ്ങനെ ഇരുന്ന ഒരു അറേ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. അപ്പം ഇത് 5 സൈസ് ഉള്ള ഒരു അറേയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടോപ്പ് ഉണ്ട്. ടോപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യലി -1 ആയിരിക്കും. ഇനിഷ്യൽ വാല്യൂ ഓഫ് ടോപ്പ് എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ടോപ്പ് ഇൻഡിക്കേറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടോപ്പ് യൂസ് ചെയ്യുന്നത്. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്താണ്? Top. Initially the value of top is equal to -1. Value of top initially set to -1. Okay, അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ടോപ്പ് is equal to -1 means the stack does not contain element. Okay, that is stack is empty. Okay, top is equal to -1 means the stack is empty. Top greater than or equal to max size. Max size നെക്കാട്ടിലും ഗ്രേറ്ററോ ഈക്വലോ ആണെന്നുണ്ടെങ്കിൽ the stack is full. Stack full ആവുന്ന കണ്ടീഷൻ എന്താണ്? Top greater than or equal to max size ആണ്.
അപ്പൊ ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആണ്. നമ്മള് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ടോപ്പ് യൂസ് ചെയ്യുന്നത്. ടോപ്പ് ഈക്വൽ ടു -1 മീൻസ് സ്റ്റാക്ക് ഇസ് empty. ടോപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് സൈസ്. In this case, max size is 5. Okay, the size of the stack is 5. Okay, top size greater than, the top greater than or equal to max size means the stack is full. What are the operations used in stack? Two type of stack operations, push and pop. Okay, there are two type of stack operations, push and pop. Push is used to insert one element into the array. അറേയിലേക്ക് ഒരു എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പുഷ്. ഓക്കെ, പുഷ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് വൺ എലിമെന്റ് ഇൻ ടു ദ അറേ. ഓക്കെ, അതാണ് പുഷ്. പോപ്പ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് വൺ എലിമെന്റ് ഫ്രം ദ അറേ. ഓക്കെ, അറേയിൽ നിന്ന് ഒരു എലിമെന്റിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, but there are two type of operations, push and pop. Push is used to insert one element into the array. One element into the stack, and pop is used to delete one element from the stack. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഏതാണ് പുഷ് ഓപ്പറേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ പുഷ് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് അറിയണം. ഓക്കെ, എങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്? ഇനിഷ്യലി ദ ടോപ്പ് ഈസ് പോയിന്റഡ് ടു -1. ഇനിഷ്യൽ കണ്ടീഷനിൽ ടോപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? -1ലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ടോപ്പ് ഇൻക്രിമെന്റ് ആദ്യം ഒരു കാര്യം ചെക്ക് ചെയ്യണം, ഇവിടെ എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചെക്ക് ചെയ്യണം അല്ലേ? ഇനിഷ്യലി ടോപ്പ് എവിടെയാണ്? -1 ആണ്. ആ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് എലിമെന്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? സ്റ്റാക്ക് ഓവർഫ്ലോ ആവാൻ പാടില്ല. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയാൻ സ്റ്റാക്ക് ഫുൾ ആവാനായിട്ട് പാടില്ല. സ്റ്റാക്ക് ഫുൾ ആവുന്ന കണ്ടീഷൻ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ടോപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് സൈസ്. ഓക്കെ, ടോപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് സൈസ് ആയി കഴിഞ്ഞാൽ ഇൻസർഷൻ പോസിബിൾ ആണോ? ആവില്ല. എന്തുകൊണ്ടാണ്? ദി സ്റ്റാക്ക് ഈസ് ഫുൾ. സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ആണ് അത്. ഓക്കെ, സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ഫുൾ ആണെങ്കിൽ നമുക്ക് അതിനെ ഓവർഫ്ലോ എന്നും പറയാം. ഓക്കെ, അപ്പം ഓവർഫ്ലോ അല്ല സ്റ്റാക്ക് ഫുൾ അല്ല എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വി ക്യാൻ ഇൻസേർട്ട് എലിമെന്റ് ഇൻ ടു ദ സ്റ്റാക്ക്. ഓക്കെ, അപ്പം ഫസ്റ്റ്ലി ദ ടോപ്പ് പോയിന്റ് ടു -1. ടോപ്പ് -1ലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പിനെ ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം, നെക്സ്റ്റ് പൊസിഷനിലോട്ട്. ഏതൊരു ഇൻസർഷൻ ആയിക്കോട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോപ്പ് ഇപ്പൊ ഇനിഷ്യലി -1ലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഇൻക്രിമെന്റ് ചെയ്യണം. ഇൻക്രിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ എവിടെ വരും? ഇവിടെ വരും. ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട എലിമെന്റ് ഏതാന്ന് വെച്ചാൽ റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, ഇപ്പൊ അറേയുടെ നെയിം എ ആണെങ്കിൽ എ ഓഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ എലിമെന്റിനെ ഇൻസേർട്ട് ആവും. ഓക്കെ, ഇനിയും നെക്സ്റ്റ് എലിമെന്റ് ഇൻസേർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? ടോപ്പ് ഈസ് ഇൻക്രിമെന്റഡ് ടു നെക്സ്റ്റ് പൊസിഷൻ, then insert the element. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യവും നമ്മൾ ചെക്ക് ചെയ്യണം ദ സ്റ്റാക്ക് ഈസ് ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എഗെയിൻ ടോപ്പ് നമ്മൾ ഇൻക്രിമെന്റ് ആവും. ഇൻക്രിമെന്റ് ആയിട്ട് എലിമെന്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. നെക്സ്റ്റ് എലിമെന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ ഫുൾ ആണോ എന്ന് നോക്കും. ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്തു, നെക്സ്റ്റ് എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത എലിമെന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻക്രിമെന്റ് ദ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്തു, again insert the element. നെക്സ്റ്റ് എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നത്?
ഇവിടെ ടോപ്പ് നോക്കും, ടോപ്പ് ഗ്രേറ്റർ ദാൻ മാക്സ് സൈസ് ആണോ നോക്കും. ഓക്കെ, മാക്സ് സൈസ് ആണോ, സോറി മാക്സ് സൈസ് -1 ആണോ നോക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് സൈസ് -1 ആണോ നോക്കും. മാക്സ് സൈസ് -1 ആണെങ്കിൽ ദ സ്റ്റാക്ക് ഈസ് ഫുൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസർഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അപ്പം ഇനിഷ്യലി ടോപ്പ് പോയിന്റ് ടു -1 നമ്മൾ ഒരു എലിമെന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യാം. ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആ പൊസിഷനിൽ എന്ത് ചെയ്യാം, എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായത്? ഇനി ഇതിന്റെ അൽഗോരിതം എഴുതാം. സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, സ്റ്റാക്ക്. വി ക്യാൻ ചെക്ക് ദ സ്റ്റാക്ക് ഈസ് ഫുൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? if top greater than or equal to max size -1. Okay, top greater than or equal to max size -1. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, if top greater than max size എന്ന് വേണമെങ്കിൽ നോക്കാം. if top greater than or equal to max size -1, then go to step 3. എന്താണ് ഈ ടോപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് സൈസ് -1 എന്ന് പറഞ്ഞെങ്കിൽ ദി സ്റ്റാക്ക് ഈസ് ഫുൾ എന്നാണ്. അതർവൈസ് അങ്ങോട്ട് പറഞ്ഞു ഗോ ടു സ്റ്റെപ്പ് 4. ഓക്കെ, എന്ത് ചെയ്യാം? 3 പ്രിന്റ്. എന്താ പ്രിന്റ് ചെയ്യിക്കണ്ടേ? സ്റ്റാക്ക് ഈസ് ഫുൾ. സ്റ്റാക്ക് ഫുൾ ആണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, പ്രിന്റ് ചെയ്യിച്ചു. ഇനി അതർവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ടോപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് +1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ടോപ്പ് ++ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഏത് കൊടുത്താലും ശരിയാണ്, രണ്ടും കൂടെ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്തു ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് +1. ടോപ്പ് ഇൻക്രിമെന്റ് ആയി അടുത്ത പൊസിഷൻ വന്നു. ഇനി എന്ത് ചെയ്യാം? എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, എലിമെന്റ് എ എന്ന് പറഞ്ഞിട്ട് ഉള്ള അറേ ആണെങ്കിൽ അപ്പൊ എ ഓഫ് ടോപ്പ്. ഓക്കെ, എ ഓഫ് ടോപ്പ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യേണ്ട എലിമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. ഐറ്റം ടു ബി ഇൻസേർട്ടഡ്. ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റത്തിനെ നമ്മൾ റീഡ് ചെയ്യാം. ഓക്കെ, ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഐറ്റത്തിനെയാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് എന്ത് കൊടുക്കണം? എ ഓഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു ഐറ്റം. എ ഓഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു ഐറ്റം എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ എ ആണ് അരെ. ഇപ്പൊ എവിടാണോ ടോപ്പ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ആ ഐറ്റത്തിന് എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. ഇത് മനസ്സിലായോ? ആദ്യം സ്റ്റാർട്ട് ചെയ്തു. ഇഫ് ടോപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് സൈസ് -1 അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പ് 3 പോകണം. അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 4, അല്ലെങ്കിലോ സ്റ്റെപ്പ് 4 പോകണം. സ്റ്റെപ്പ് 3 എന്താണ്? സ്റ്റാക്ക് ഈസ് ഫുൾ. സ്റ്റാക്ക് ഫുൾ ആണെന്ന് പ്രിന്റ് ചെയ്യിക്കുക. അല്ലെങ്കിലോ ടോപ്പ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് ടോപ്പ് എവിടാണോ നിൽക്കുന്നത് അത് ഇൻക്രിമെന്റ് ചെയ്ത് നെക്സ്റ്റ് ലൊക്കേഷനിൽ പോകും. എന്നിട്ട് എന്ത് ചെയ്യാം? എ ഓഫ് ടോപ്പ്, സ്റ്റാക്കിന്റെ നെയിം ഇവിടെ എ ആണ്. എ ഓഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു ഐറ്റം എന്ന് പറയുമ്പോൾ ആ പൊസിഷനിൽ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യും, ദെൻ സ്റ്റോപ്പ്. ഇതാണ് അൽഗോരിതം. നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ മെയിൻ കോഡ് ആണ് എഴുതേണ്ടത്. ആ മെയിൻ കോഡ് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. അപ്പൊ അതെങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, void push ചെയ്യണമെങ്കിൽ ഓക്കെ void push എന്ന് കൊടുത്തു. ഇവിടെ ഇങ്ങനെ കൊടുത്തു, if top greater than or equal to max size -1. ഓക്കെ, മാക്സ് സൈസ് -1 ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യിപ്പിക്കണം അല്ലെ? പ്രിന്റർ സ്റ്റാക്ക് ഈസ് ഫുൾ എന്ന് പ്രിന്റ് ചെയ്തു. എൽസ് അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? എൽസ് ഓക്കെ, എൽസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഏതാണോ എലിമെന്റ് അതിനെ നമ്മൾ റീഡ് ചെയ്യണം.
enter the element to be inserted. എങ്ങനെയാണ് നമ്മൾ സ്കാൻഫ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. സ്കാൻഫ് %d ആംപർസൻഡ് ഐറ്റം. നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട എലിമെന്റിനെ നമ്മൾ എന്ത് ചെയ്തു, റീഡ് ചെയ്തു. റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേ, ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെ കൊടുക്കുന്നത്, ടോപ്പ് ആണെങ്കിൽ ടോപ്പ് പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ടോപ്പ് ഇനിയും അതിന്റെ നെക്സ്റ്റ് പൊസിഷനിലേക്ക് അത് പോയിന്റ് ചെയ്തോളൂ. ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ടോപ്പ് ഇസ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1 എന്ന് കൊടുക്കാം. രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, അപ്പൊ ടോപ്പിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഇൻക്രിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ പർട്ടിക്കുലർ ടോപ്പ് എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് ഐറ്റത്തിനെ കൊണ്ടുവെക്കുക. എ ഓഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു ഐറ്റം. ഓക്കെ, എൽസ് ക്ലോസ് ചെയ്യാം, ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? അപ്പം ഇവിടെ നമ്മൾ നോക്കി പുഷിന്റെ അകത്ത് ടോപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് സൈസ് -1 ആണോ നോക്കി, ആണെങ്കിൽ സ്റ്റാക്ക് ഈസ് ഫുൾ. അല്ലെങ്കിലോ എന്റെ ഏത് എലിമെന്റ് ആണോ ഇൻസേർട്ട് ചെയ്യേണ്ട എലിമെന്റിനെ റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷന്റെ അകത്തോട്ട് ആ ഐറ്റത്തിനെ കൊണ്ട് വെക്കുക. ഓക്കെ, ഇതാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയ്ക്ക് അതാണ് നമ്മൾ പോപ്പ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.